അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി റംദാൻ കരീം. റംദാൻ. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും. ഇന്ന് നമ്മൾ നിൽക്കുന്നത് അൽസീഫിലാണ് ഉള്ളത്. അൽസീഫിലെ നൈറ്റ് കാഴ്ചകളാണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി പോകുന്നത്. ഒരു അടിപൊളി വൈബാണ്, ക്രീക്കിൻ്റെ സൈഡാണ്, അടിപൊളി വൈബാണ്. അപ്പോൾ എങ്ങനെ നേരെ വീഡിയോയിലേക്ക് പോകുമല്ലേ, ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് വീഡിയോൻ്റെ ഭാഗമായിട്ട് പറയാം. ഇപ്പം നമ്മൾ കാണുന്ന പീരങ്കിയില്ലേ, അത് ഇവർ പഴയ കാലങ്ങളിൽ ഇവർ നോമ്പ് തുറക്കുന്ന സമയത്ത്, അതായത് വെളിപ്പെടുത്താനായിട്ട് നമുക്ക് സമയം, ആ നോമ്പ് തുറക്കാനുള്ള സമയമായെന്ന് വെളിപ്പെടുത്താനായിട്ട്, പണ്ട് കാലങ്ങളിൽ മൈക്ക് ഉണ്ടായിരുന്നില്ലല്ലോ, അപ്പോൾ അത് വെളിപ്പെടുത്താനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നതായിരുന്നു ഈ പീരങ്കികൾ. ഇപ്പോൾ ഇതൊരു ആകർഷണം, ടൂറിസ്റ്റുകളെ ആകർഷിക്കാനും അല്ലെങ്കിൽ ഇവർ നോമ്പിൻ്റെ ഈ ഒരു സമയങ്ങളിലാണ് ഇവർ കൂടുതലായിട്ട് ഇപ്പോൾ ഈ പീരങ്കികൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സമയമായിട്ടുണ്ട്, നമുക്ക് നോമ്പ് തുറക്കുന്ന സമയമായിട്ടുണ്ട്. ഇത് അൽസീഫിലെ ഫെസിലിറ്റി സർവീസിൻ്റെ ഒരു ഡിസ്പ്ലേ ബോർഡാണ്. ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് നമുക്ക് എന്തൊക്കെ ഫെസിലിറ്റീസാണ് ഇവിടെ ഉള്ളതെന്നുള്ളതിന്. ഈ നമ്മുടെ റൈറ്റ് സൈഡിൽ മൊത്തം റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇപ്പോൾ റെസ്റ്റോറൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ എല്ലാം അറബിക് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഞാൻ കണ്ടില്ല മോസ്റ്റ്ലി. പക്ഷേ ഇഫ്താറിൻ്റെയൊക്കെ ഡേയ്സ് ആയതുകൊണ്ട് ഇവർ ഇവിടെ ഓഫർ ഇട്ടിട്ടുണ്ട് കുറച്ച്. എല്ലാം അറബിക് ഫുഡ് തന്നെയാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ ടേസ്റ്റ് ചെയ്യാനൊന്നും നിന്നില്ല. കണ്ടില്ല, ഇവിടെ ഫാമിലി ആയിട്ടും നമുക്ക് ഫ്രണ്ട്സായിട്ടൊക്കെ വന്ന് അടിച്ചു പൊളിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വൈബുള്ള സ്ഥലമാണ്. മെയിൻലി ഒരു 4 മണിക്ക് വരണം നമ്മൾ, എന്നാലാണ് നമുക്കിവിടെ കൂടുതലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 4 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് ഇവിടെ നിന്ന് ഒരു 8 മണിയാകുമ്പോഴേക്കൊക്കെ നമുക്ക് തിരിച്ച് പോകാം. ഇത് നമ്മുടെ അൽസീഫിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുകയാണ്. ഒരു ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ കുറേ മോഡേൺ ബിൽഡിങ്സും, രണ്ടാമത്തെ ഭാഗത്താണെങ്കിൽ കുറേ പർച്ചേസിങ്ങിൻ്റെയും അതിൻ്റെ കാര്യങ്ങളൊക്കെ, പഴയ ബിൽഡിങ്സൊക്കെയാണ്. പഴയ ബിൽഡിങ്ങിൽ നമുക്ക് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റോറുകളാണ്, ഷോപ്പുകളാണ് നമുക്ക് അവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഈ ഭാഗത്താണ് മോഡേൺ ബിൽഡിങ്ങിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ ഈ ഭാഗത്ത്. ഇപ്പോൾ നമ്മൾ കാണുന്നില്ല, ബാക്കിലൊരു റെസ്റ്റോറൻറ്റിൻ്റെ ബാക്ക് സൈഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പക്ഷേ അവിടെ കണ്ടില്ല, അവർ ഉപയോഗിച്ചിരിക്കുന്ന വുഡ് കണ്ടില്ലേ. പഴയ കാലത്ത് നമ്മുടെ പീടിക എന്നൊക്കെ പറയത്തില്ലേ, ആ ഒരു പീടികയിലൊക്കെ ഉപയോഗിച്ച ആ വുഡിൻ്റെ ടൈപ്പിലുള്ള മരങ്ങളാണ്. ഇത് കണ്ടില്ലേ, ഇതെല്ലാം വുഡാണ് ശരിക്കും. ആ വുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ മോഡേൺ രീതിക്ക് പഴയ രീതിക്ക് മാറ്റിയെടുത്തിരിക്കുകയാണ് അതിന്. ആ ഒരു കൾച്ചറിനെ ഇപ്പോഴും നിലനിർത്തി കൊണ്ടുപോകുക എന്നാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം. ഇതൊരു ഓപ്പൺ മാർക്കറ്റാണ് കേട്ടോ, കണ്ടില്ലേ. ഗാർഡൻസ്, പിന്നെ കുറേ ഇങ്ങനത്തുള്ള ഐറ്റംസ് ഉണ്ട്, പിന്നെ പെർഫ്യൂംസ് ഒക്കെ ഉണ്ട്, ഗാർമെൻറ്റ്സ്, അങ്ങനെ ചെറിയ ചെറിയ ഷോപ്പുകളും ഒക്കെയാണ്. ഇപ്പോൾ റംസാൻ്റെ ഒക്കെ സമയം ആയതുകൊണ്ട് ഒരു പ്രത്യേക വൈബാണ് നൈറ്റ്. മാർക്കറ്റൊക്കെ ഭയങ്കര സജീവമാണ്. ഫുള്ള് ഫാമിലീസും സിംഗിളായിട്ടുള്ള ആളുകളൊക്കെ റംസാൻ്റെ ലീവിൻ്റെ അതുകൊണ്ട് ഇവിടെ ഭയങ്കര റഷാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഇതുണ്ടല്ലേ, അവിടെ ഒരു പഴയ ആ ഒരു അറബിക് സ്റ്റൈലിൽ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെയാണ്. അവിടെ കുറേ ഫിലിപ്പീൻസൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അത് പണ്ട് കാലങ്ങളിൽ അവർ എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് തോന്നുന്നു അല്ലേ. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് തോന്നുന്നു. ഇതുണ്ടല്ലേ, ബാക്കിലൂടെ ബോട്ടൊക്കെ പോകുന്നുണ്ട്. ആ ബോട്ടിനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 45 ദിർഹം മുതലൊക്കെയാണ് തോന്നുന്നു കേട്ടോ അതിൻ്റെ ചാർജസ്. 1 മണിക്കൂർ നമുക്ക് റൈഡ് ചെയ്യാം. അതിനകത്ത് ഫുഡ്, പിന്നെ തനൂറ ഡാൻസ്, അങ്ങനെയുള്ള കുറേ ഡാൻസ് ഷോസ്, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഒക്കെ ഉണ്ട്. 1 അവർ അടിപൊളി എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു ബോട്ടാണ് നമ്മുടെ ബാക്കിൽ കാണുന്നത് കേട്ടോ. ഇത് കിഡ്സ് ഉണ്ട്, പിന്നെ ഗാർമെൻറ്റ്സ് ഉണ്ട്, എല്ലാ അറബിക് സ്റ്റൈലിലുള്ള ഡ്രസ്സുകളൊക്കെ ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സൂക്കിലൊക്കെ പോയിട്ടില്ലേ, സൂക്കിലൊക്കെ വീഡിയോ കണ്ടിട്ടില്ലേ, അതുപോലെ കുറച്ചൊരു ആ ഒരു രീതിക്ക് സെറ്റ് ചെയ്തിട്ടുള്ളൊരു ഇതാണ്, ഏരിയ ആണിത്. ഈ അൽസീഫിൽ നിന്ന് കുറേ പ്രൈവറ്റ് ബോട്ടുകൾ നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റും. നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും. 60 ദിർഹം 100 ദിർഹം മുതലൊക്കെയാണ് സ്റ്റാർട്ടിങ് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുന്ന് പ്രൈവറ്റ് ബോട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു 1 അവർ നമുക്ക് ഈ ഫെസ്റ്റിവൽ സിറ്റി, ഈ അൽസീഫ്, അൽഫെയ്ദ്, ഈ ഭാഗങ്ങളെല്ലാം കാഴ്ചകളൊക്കെ കണ്ട്, ഗ്രീക്കിൻ്റെ ഇരുവശത്തുള്ള കാഴ്ചകൾ കണ്ട് നമുക്ക് 1 അവർ അടിപൊളി എൻജോയ് ചെയ്ത്, പ്രൈവറ്റ് ബോട്ടാണ് നമ്മുടെ എത്ര പേരുണ്ടെന്ന്, ഒരു 4 പേര് 5 പേരുണ്ടെങ്കിൽ അവർക്ക് മൊത്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു ബോട്ടുകളാണ് നമുക്ക് ഇവിടുന്ന്. ഒരുപാട് ബോട്ട് സർവീസ് ഉണ്ട്. നൈറ്റൊക്കെയാണ് അടിപൊളി വൈബാണ്. ഇതുണ്ടല്ലേ, റംദാൻ്റെ ഭാഗമായിട്ട് ഇവിടെ ലൈറ്റിങ്സ് ഒക്കെ കൊടുത്തൊരു സൂപ്പറാക്കിയിട്ടുണ്ട് കേട്ടോ, അടിപൊളി ഇതാണ്.
സാബുചേട്ടനെ കണ്ടില്ലേ, ഫുള്ള് ഫോട്ടോഷൂട്ടാണ് ഇവിടെ. ഇത് ഇവിടെ ഒരു ഫോട്ടോ സെക്ഷനായിട്ട് ഉണ്ടാക്കിയതാണോ അല്ല ഇനി പിക്ചർ കൊടുത്ത സമയത്ത് ആൾക്കാരെല്ലാം ഫോട്ടോ എടുക്കുന്നതാണോ എന്ന് അറിയത്തില്ല. ഒരു അടിപൊളി സ്ഥലമാണ്. ഒരുപാട് പേര് ഇവിടെ വന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. എല്ലാം ഒരു ആഫ്രിക്കൻ പീപ്പിളിൻ്റെ ഫോട്ടോസ്, ചിത്രങ്ങളാണ് ഈ ചുമരിലുള്ളത്. മുകളിൽ കണ്ടില്ലേ ലൈറ്റിങ്സിൻ്റെ. ഇത് പെയിൻറ്റിങ് ആണോ അല്ല ബാക്കി പെയിൻറ്റിങ് ഒരു സ്ഥലത്തേക്ക് തേച്ച് വെച്ചതാണോ എന്ന് അറിയത്തില്ല. പക്ഷെ എന്തായാലും പൊളി വൈബാണ്. ഇപ്പോൾ ഒരു നമ്മൾ ആൻറ്റിക് കളക്ഷൻസിൻ്റെ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിലാണ് ഉള്ളത്. അപ്പോൾ അവിടുത്തെ സാധനങ്ങളാണ് ഇതൊക്കെ. അറബികളുടെ ആ ഒരു കൾച്ചറിലുള്ള സാധനങ്ങളൊക്കെയാണ്. ഈ കല്ലൊക്കെ എന്തിനാണെന്ന് ഉപയോഗിക്കുന്നത് അറിയത്തില്ല. ഉണ്ടല്ലേ അകത്ത് മാലയും കല്ലെന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് ഊതിൻ്റെ ടൈപ്പിലുള്ള കല്ലുകളാണ് തോന്നുന്നത് അത്. പിന്നെ കുറേ ഇത് കണ്ടല്ലേ, ഇങ്ങനത്തെ ഒരു ഷോപ്പാണ്. വാച്ചൊക്കെ കണ്ടില്ലേ, പഴയൊരു ലോക്കർ നോക്കി എത്ര തരം ഉണ്ടെന്ന്. ഓ മൈ ഗോഡ്, ഇത് ഗേറ്റ് ഇടേണ്ട സാധനമാണോ അല്ലേ ഇതൊക്കെ? ആ വാള് എത്ര തരമാണല്ലോ. സാബു ചേട്ടൻ നേപ്പാളി കൂർക്കയാവാനുള്ള പരിപാടിയാണ്. സൂപ്പർ സാധനം. കല്ല് നോക്കിയാലോ എന്തിനുള്ള കല്ലാണെന്ന് അതുകൊണ്ട് ചോദിച്ചാലോ. സ്റ്റോൺ ഫിസ്കിൽ ഓക്കെ. ഇത് പറയുന്നത് ആളെ ഞാൻ അവിടെ ചോദിച്ച സമയത്ത് ഡിസൈനിങ്ങിനുള്ള സാധനങ്ങളാണെന്ന്, ഒരു ഷോയ്ക്കുള്ള സാധനങ്ങളാണ്. പക്ഷെ ഇത് കല്ല് തന്നെയാണോ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുകയാണെന്ന് അറിയത്തില്ല. പക്ഷെ അടിപൊളി ഷോപ്പാട്ടാ, ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്ത്. നമുക്ക് മാലയുണ്ട്, ലേഡീസിനും ജെൻസിനൊക്കെ ഉള്ള സാധനങ്ങളുണ്ട്. കല്ലാണ് കേട്ടോ, കല്ലിൻ്റെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇവിടെ. വാള് कितना दरम होता है? 1000 വീഴത്തില്ലേ? 1000 രൂപ. किसके लिए स्टोन കണ്ടില്ല, സ്റ്റോണിൻ്റെ ഉണ്ടല്ലേ ഇതൊക്കെ. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. അത് വെറൈറ്റി സ്റ്റോണുകളാണ് എല്ലാം. ഇതൊരു സുവനീറിൻ്റെ ഷോപ്പാണ്. 2 പീസ് കണ്ടില്ലേ, 40 ദിറം. 40 ദിറം പറഞ്ഞാൽ നാട്ടിലെ 800 രൂപയോളം. പിന്നെ ഇതിനകത്ത് ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ, എല്ലാം സുവനീറിൻ്റെ സാധനങ്ങളാണ്. ഇപ്പോൾ ടീഷർട്ടും, ദുബായിയുടെ ടീഷർട്ടും. ഇത് നല്ല സാധനം കേട്ടോ, ദുബായ് എന്ന് എഴുതി. ഇതിൽ നമ്മുടെ പേര് എഴുതാൻ പറ്റും. ഒരു ക്യാൻഡിൽ ലൈറ്റ് പോലെയുള്ള സംഭവം, അത് നമ്മുടെ പേര് എഴുതാൻ പറ്റും. ഞാൻ ആ പേര് എഴുതുന്നത് ഒരിക്കലും ഞാൻ മറ്റേ സൂക്കിനകത്ത് പോയ സമയത്ത് കണ്ടിട്ടുണ്ടായിരുന്നു. ഇതവരുടെ ചായ ഉണ്ടാക്കാൻ എടുക്കുന്ന സാധനമാണ്. ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ, എല്ലാം സൂനിയറിൻ്റെയാണ്. ഇത് അൽസീഫിലൊരു മ്യൂസിയം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ചാർജസാണ് 80 ദിറം, 60 ദിറം, സീനിയർ സിറ്റിസൺ 70 ദിറം അങ്ങനെ. അപ്പോൾ അതിനകത്തുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഒരു ചെറിയൊരു ഇതിൽ. അതിനകത്ത് എന്തൊക്കെയുണ്ടെന്നുള്ളത് എല്ലാം ലൈറ്റിങ്സിൻ്റെയും ഭയങ്കര സെറ്റപ്പാണ് കേട്ടോ അതിനകത്ത്. നമുക്ക് 80 ദിറം കൊടുത്ത് പോകാനുള്ള സെറ്റപ്പൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഇതിനകത്തുള്ള കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് പുറത്തുനിന്ന് കാണിച്ചു തരാം, 80 ദിറം കൊടുക്കാതെ തന്നെ.
ഒരു മോട്ടോർ ബൈക്ക് നോക്ക്, എല്ലാം ആൻറ്റിക്യൂ കളക്ഷൻസാണ്. ചേട്ടാ വില കൊടുക്കുന്ന സാധനമാണ്, നിങ്ങൾ തട്ടിയിടല്ല ഇതിനൊന്നും. നമ്മൾ അൽസീഫിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് മടങ്ങാൻ നിൽക്കുകയാണ്. സൂപ്പർ. 1 മണിക്കൂറോളം ഉണ്ടായിരുന്നു. 1 മണിക്കൂറോളം ശരിക്കും നമ്മൾ അവിടെ നിന്ന് നടന്നു വന്നു. അത്രയ്ക്ക് ഷോപ്പുകളും റെസ്റ്റോറൻറ്റ്സും ആൻറ്റിക്യൂ കളക്ഷൻസും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് നമുക്കിതിനകത്ത്. ഞങ്ങളൊന്നും പർച്ചേസ് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷേ ഇന്നലെ ഒരു അടിപൊളി വൈബാണ്. ഇവിടെ വന്നിരുന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സ്ഥലമാണ്. ഫാമിലിക്കൊത്തും സിംഗിളായിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരു പൊളി സ്ഥലമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ യൂട്യൂബിലൊരു പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട്, ലൈക്കിൻ്റെ അനിമേഷൻസ് വന്നിട്ടുണ്ട്. ആരെങ്കിലും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോൻ്റെ താഴെ പോയി ലൈക്കിൽ ട്രൈ ചെയ്ത് നോക്കാം. അനിമേഷൻസാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീട്ടിൽ കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ സാബിച്ചേട്ടനും ബൈ ബൈ ബിബിനും.